എറണാകുളത്തെ സഹപാഠികൾ വിദ്യാർത്ഥിനിക്ക് നേരെ നായ്ക്കരണ പൊടിയെറിഞ്ഞ സംഭവത്തിൽ പെൺകുട്ടിയുടെ വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തി. നടപടി വൈകുന്നുവെന്ന ആക്ഷേപമുയർന്ന സാഹചര്യത്തിലാണ് പോലീസ് ഇടപെടൽ. വിഷയത്തിൽ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകും. ഫെബ്രുവരി 3-നാണ് സഹപാഠികളുടെ ക്രൂരവിനോദത്തിന് കാക്കനാട് തെങ്ങോട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി ഇരയായത്. നായ്ക്കുരണപ്പൊടി സഹപാഠികൾ ചേർന്ന് പെൺകുട്ടിയുടെ ദേഹത്തേക്ക് എറിയുകയായിരുന്നു. 12-ാം തീയതി വരെ ഞാൻ സ്കൂളിൽ പോയായിരുന്നു. 12-ാം തീയതി എനിക്ക് സഹിക്കാൻ പറ്റാതെ യൂറിൻ പോകണ്ടായിരുന്നില്ല. തുള്ളിയാണ് പോണത്. അത് തന്നെ പോണത് കഷ്ടത്തിലാണ്. അത് തന്നെ പോകണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഭാഗ്യം. അപ്പം ചോര പോണല്ലോ എൻ്റെ യൂറിൻ പോണത്. പോകുമ്പോൾ ഞാൻ രാജി എന്ന് പറഞ്ഞ ടീച്ചറുടെ അടുത്ത് ആദ്യം പറഞ്ഞു. അപ്പം ടീച്ചർ പറഞ്ഞു എൻ്റെ അമ്മേനെ ഒന്ന് വിളിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ടീച്ചറുടെ അടുത്ത് പറയട്ടെ മോളേന്ന് രാജി ടീച്ചർ പറഞ്ഞു. ടീച്ചർ എൻ്റെ അടുത്ത് വന്ന് ഭയങ്കര തുള്ളിച്ചാടി വന്ന് ടീച്ചർ എന്നെ ഭയങ്കര ഷൗട്ടിങ് ആയിരുന്നു. നിനക്ക് നായ്ക്കരണ വീണ എൻ്റെ വേദന എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് ഓരോരുത്തരോട്. ഞാൻ അത്രയും മാനസികമായി എന്നെ തളർത്തി കളഞ്ഞു ടീച്ചർ എന്നെ. ശരിക്കും തന്നെ എന്താ പറയുക, ഞാൻ അത്ര ഒരു അധ്യാപകരെന്ന് ഞാൻ കേട്ടിട്ടുമല്ലോ. മക്കളെ പോലെ ചേർത്ത് നിർത്തുക, അവരുടെ സ്വന്തം മക്കളെ പോലെ ചേർത്ത് നിർത്തേണ്ട അധ്യാപകർ എന്നെ തളർത്തി കളയുക ചെയ്തത്. ഈ അടി ചെയ്ത് വെക്കണ പിള്ളേർക്കും ഇവർ സേവ് ചെയ്യുന്ന പിള്ളേർക്കെതിരെ തക്കതായ ശിക്ഷ വേണം. അത് വേണേ പറ്റൂ. ഞങ്ങൾ ഇത്ര അനുഭവിച്ചു, ഞാൻ ഇത്ര അനുഭവിച്ചു. ഇനി ഒരു കൊച്ചിനും ഇത് പറ്റൂല. മറ്റൊരു കുട്ടിയെ ലക്ഷ്യമിട്ടായിരുന്നു നായ്ക്കുരണപ്പൊടി വിതറിയതെന്നും പെൺകുട്ടിയുടെ ദേഹത്തേക്ക് അബദ്ധവശാൽ വീഴുകയായിരുന്നുവെന്നും പറയപ്പെടുന്നുണ്ട്. എന്നാൽ നാളുകളായി ക്ലാസ്സിലെ കുട്ടികൾ തന്നെ കളിയാക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് പെൺകുട്ടിയുടെ മൊഴി. നായ്ക്കുരണപ്പൊടി വീണ് ദേഹമാസകലം അസ്വസ്ഥത അനുഭവപ്പെട്ട പെൺകുട്ടിക്ക് സ്കൂളിലെ അധ്യാപകർ പിന്തുണ നൽകുകയോ അനുഭാവപൂർവ്വം കുട്ടിയെ പരിഗണിക്കുകയോ പോലും ചെയ്തിരുന്നില്ല. പകരം സംഭവം ഒളിച്ചുവെക്കുവാൻ അധ്യാപകരുടെ ഭാഗത്തു നിന്നും ശ്രമമുണ്ടായെന്നും ഉപദ്രവിക്കപ്പെട്ട പെൺകുട്ടി പറയുന്നു. രാജി എന്ന് പറയുന്ന ടീച്ചറാണ് എനിക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നത്. ഇത് എന്താന്നുള്ള ഒരു വിഷയം, നായ്ക്കരണമാണ് വീണെന്നുള്ള വിഷയം രാജി എന്ന് പറയുന്ന ടീച്ചറാണ് ആദ്യമായിട്ട് കണ്ടുപിടിച്ച്. HM ഇൻചാർജുള്ള ജിഷ ടീച്ചറെ അറിയിച്ചു. ജിഷ ടീച്ചർ പോലും ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും എനിക്കൊരു ടവല്, എനിക്കൊന്ന് ഒന്നേരം മറച്ച് നിന്നപ്പോൾ ഒരു ടവല് കഷ്ണം പോലും കൊണ്ടെത്താന്നില്ല. ഇതറിഞ്ഞിട്ട് പോലും എന്നോട് മോശമായ രീതിയിലാണ് ജിഷ ടീച്ചർ പെരുമാറിയത്. ഇതിനെ തുടർന്ന് സാർ എന്നെ ഒരു ഭീഷണിപ്പെടുത്തുമായിരുന്നു. എനിക്ക് SLC എക്സാം എഴുതാൻ പറ്റില്ല, അറ്റൻഡൻസ് കുറവാന്ന് പറഞ്ഞ് സാർ എന്നെ ഭീഷണിപ്പെടുത്തി. ഭീഷണിയുടെ പേടിയും കൊണ്ട് ഇവരെ രണ്ടുപേരും എനിക്ക് പേടിയാണ്, ജിഷ ടീച്ചറെ ശ്രീകാന്ത് സാറിനെ. പേടിയും കൊണ്ട് ഞാൻ ക്ലാസ്സിൽ ചെന്നു. ക്ലാസ്സിൽ ചെന്നപ്പോൾ ഈ ആതിര എന്ന് പറയുന്നത് 7-ാം തീയതിയാണ് ഞാൻ ക്ലാസ്സിൽ ചെല്ലുന്നത്. 6-ാം തീയതി മരുന്ന് വെച്ച് 7-ാം തീയതി ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ആതിര എന്നെ നിർബന്ധിക്കുകയുണ്ടായോ. വേണ്ട ഒരു കാര്യം 9ാം ക്ലാസ്സിൽ പഠിക്കണ ഒരു കൊച്ചിനെ ചൂണ്ടിക്കാട്ടി നിനക്കിപ്പോൾ വീണ വേദന, അതായത് എന്നെ ഇപ്പം ഇതിൽ ചെറിയൊരു സാമ്പിളാക്കി മാത്രമേ കാട്ടിയിട്ടുള്ളൂ. ഇതിക്കും മേലെ ഒരു സാധനം വരാനിരിക്കേണ്ട ആ സ്കൂളിൽ. നടപടി വൈകുന്നുവെന്ന ആക്ഷേപം ഉയർന്ന സാഹചര്യത്തിൽ പോലീസ് നിലവിൽ പെൺകുട്ടിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തി. കൂടാതെ വിദ്യാഭ്യാസ വകുപ്പും അന്വേഷണം തുടങ്ങി. വിഷയത്തിൽ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകും. ജനം, കൊച്ചി.